കേരള ഭാഗ്യക്കുറി അഥവാ ലോട്ടറി 1967 കേരള ഗവൺമെന്റ് ഒരു ലോട്ടറി സിസ്റ്റം തുടങ്ങുന്നത്. അന്നുണ്ടായിരുന്ന ആ ലക്ഷ്യങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. അന്ന് ശരിക്കൊരു വരുമാന മാർഗം, ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ഒരു പ്രധാന വരുമാന മാർഗം, ലോട്ടറി എടുക്കുന്നതിലൊക്കെ ഭ്രാന്തമായ അഭിനിവേശമുള്ള മനുഷ്യര്, പെട്ടെന്ന് പണക്കാരാകാൻ ആഗ്രഹിക്കുന്നവര് ഒക്കെ ലോട്ടറി എടുക്കും. അങ്ങനെ വരുമാനം ഉണ്ടാകും സർക്കാരിന് എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ 2012-13 ആകുമ്പോഴേക്ക് അതിൻ്റെ ദിശ മാറി. അതായത് ദിശ മാറാൻ സാധാരണ സർക്കാർ പോളിസി നയങ്ങളുടെയൊക്കെ ദിശ നല്ല ദിശയിലേക്ക് മാറുന്നത് നല്ല IAS ഉദ്യോഗസ്ഥർ തലപ്പത്തിരിക്കുമ്പോഴാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ധനമന്ത്രിയായിരുന്ന കെ മാണി സാറിന്റെ കീഴിലെ ലോട്ടറി സിസ്റ്റത്തിന്റെ ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകർ, ആ ബിജു പ്രഭാകറിന്റെ എന്താ പറയുക, ഇമാജിനേഷനിൽ ഉയിർക്കൊണ്ട ഒരു പദ്ധതിയാണ് കാരുണ്യ ലോട്ടറി. എന്തുകൊണ്ട് ലോട്ടറി വഴി, കാരുണ്യ ലോട്ടറി എന്നൊരു ലോട്ടറി കൊണ്ടുവന്ന അതുവഴി കിട്ടുന്ന പണം നിസ്സഹായരായ രോഗികൾക്ക്, പ്രധാനപ്പെട്ട വലിയ ചെലവ് വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരിക്കലും നിറവേറ്റാൻ പറ്റാത്തത്ര ചെലവ് വരുന്ന രോഗചികിത്സ. ഏതൊക്കെ രോഗങ്ങൾക്കാണ്? ക്യാൻസർ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട മേജർ ശസ്ത്രക്രിയകൾ, ലിവറുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ക്യാൻസർ ട്രീറ്റ്മെന്റ്, ഇങ്ങനെ വളരെ മാരകമാകാവുന്നതും വളരെ ചെലവേറിയതുമായ ചികിത്സകൾക്ക് 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കീം. അതാണ് അന്ന് കാരുണ്യ ലോട്ടറി ആയിട്ട് വിഭാവന ചെയ്തത്. അങ്ങനെ ഈ ബിജു പ്രഭാകറാണ് ഈ ഐഡിയ ധനമന്ത്രി കെ മാണിയുടെ മുൻപിൽ എത്തിക്കുന്നത്. അദ്ദേഹം അത് അംഗീകരിക്കുകയും അങ്ങനെ ആ ലോട്ടറി മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ ചേർന്ന് അത്തരം ഒരു ലോട്ടറി സിസ്റ്റം അംഗീകരിച്ച് അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി, അത് പിന്നെ കാരുണ്യ ബെനവലൻസ് സ്കീമാക്കി ഇപ്പോ കാസ്പ് എന്ന പേരിലാണ് ഇപ്പോഴത് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ലോട്ടറി അതായത് 1967 തുടങ്ങിയെങ്കിലും അതിന്റെ മുഖഛായ മാറുന്നതും അത് മനുഷ്യോന്മുഖമാകുന്നതും ഈ 2012-13 കാലഘട്ടം തൊട്ടാണ്. അങ്ങനെ തുടങ്ങിയപ്പോൾ അത് എങ്ങനെ ഇരിക്കണം ഒരു ലോട്ടറി? ലോട്ടറിയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അത് സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം, അതുപോലെ വിശ്വസനീയവുമായിരിക്കണം. അപ്പൊ ഈ 3 ഗുണങ്ങൾ, അതായത് സത്യസന്ധം, സുതാര്യം, വിശ്വസനീയം, ഈ 3 ഗുണങ്ങളും ഈ ലോട്ടറിക്ക് ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ എപ്പോഴും ഗവൺമെന്റ് ബദ്ധശ്രദ്ധമായിരുന്നു. എന്നിട്ട് പോലും ഇടക്കാലങ്ങളിലൊക്കെ വ്യാജ ലോട്ടറികളുടെ കേസ് ഇതിന്റെ ഈ പറയപ്പെട്ട സ്റ്റേറ്റ് ലോട്ടറിയുടെ കൂട്ടത്തിൽ പോലും വ്യാജ ലോട്ടറി കേസസ് വന്നിട്ടുണ്ട് എന്നുള്ളതും വിസ്മരിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഓണസ്റ്റ് ആണ്, സുതാര്യമാണ്, ട്രസ്റ്റ് വർത്തിയാണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് 11 ഫീച്ചേഴ്സ് ആണ്, സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഈ നമ്മുടെ സ്റ്റേറ്റ് ലോട്ടറിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ 11 സുരക്ഷാ മാർഗങ്ങൾ? 1 റിലീഫ് പാറ്റേൺ, 2 ഒപ്പേക്ക് ടെക്സ്റ്റ് പാറ്റേൺ, 3 മൈക്രോ ലെറ്റേഴ്സ് പാറ്റേൺ, 4 ലീനിയർ ബാർകോഡ്, പിന്നെ സീക്രട്ട് കോഡ്, 6 ഗില്ലച്ച് പാറ്റേൺ, 7 ഇൻവെർട്ട് മൈക്രോ ലൈൻ പാറ്റേൺ, 8 വോയിഡ് പാൻഡോഗ്രാഫ് പാറ്റേൺ, 9 കൗണ്ടർ ഫോയിൽ ടെക്സ്റ്റ്, 10 QR കോഡ്, 11 മൈക്രോ ടെസ്റ്റ്. അങ്ങനെ 11 സുരക്ഷാ മാനദണ്ഡങ്ങൾ സംതൃപ്തമാക്കിക്കൊണ്ടാണ്, കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടാണ് ലോട്ടറി സിസ്റ്റം നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഈ ലോട്ടറി സിസ്റ്റം എന്താണ് ഇതിന്റെ ഇപ്പോഴത്തെ ഈ 2012-13 മുതൽ അത് വ്യത്യസ്തമായ രീതിയിൽ നടപ്പാക്കാൻ തുടങ്ങി, വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഈ ലക്ഷ്യങ്ങൾ? 1 വരുമാനം ഉണ്ടാക്കുക, സംസ്ഥാന ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കുക. അത് തന്നെയാണ് സാധാരണ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവരെ സഹായിക്കലും ഒക്കെ. ഗവൺമെന്റ് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും, പക്ഷേ
ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെയാണ് ഖജനാവിലേക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പോയ വർഷങ്ങളിലെ ലോട്ടറി വഴിയായിട്ട് സംസ്ഥാന ഖജനാവിലേക്ക് വന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2022-23 11,892.88 കോടിയാണ് ഖജനാവിലേക്ക് ലോട്ടറി വരുമാനം ഉണ്ടായത്. അതുപോലെ 2023-24 12,530.91 കോടിയായിരുന്നു ഖജനാവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 24-25 റീ എസ്റ്റിമേറ്റ് അനുസരിച്ച് എത്രയാണ്? 13,244.48 കോടി രൂപയാണ് ഖജനാവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് കരുതുന്നത്. ഇനി 2025-26 ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന വരുമാനം, ലോട്ടറി വഴി പ്രതീക്ഷിക്കുന്ന വരുമാനം 14,121.14 കോടി രൂപയാണ്. അതായത് 14,121.14 കോടിയാണ് ഈ 2025-26 പീരീഡില് ധനവർഷം ലോട്ടറി വഴിയായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ധനാഗമ മാർഗമായി തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ധനാഗമ മാർഗമായി കണക്കാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ പെട്ടെന്ന് കോടീശ്വരന്മാരായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിൽ. കേരളത്തിന്റെ സൈക്കോളജി അത്തരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറഞ്ഞാൽ കാരുണ്യ ലോട്ടറിയുടെ മുഖച്ഛായ മാറി, ലക്ഷ്യങ്ങൾ മാറി 2011-12 മുതൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിജു പ്രഭാകർ എന്ന IAS അദ്ദേഹത്തിന്റെ ഇന്നോവേറ്റീവ് സ്കിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലോട്ടറി കൊണ്ടുവന്നാൽ അത് പാവങ്ങളെ സഹായിക്കാൻ പറ്റും. പാവങ്ങളെ സഹായിക്കാൻ എന്ന ആ പേര് വരുന്നതോടുകൂടി ആ ലോട്ടറിയിലേക്ക് സഹൃദയരായിട്ടുള്ളവര്, അതായത് കോടീശ്വരന്മാരാകാൻ പോകുന്നവരല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല, സഹൃദയരായിട്ടുള്ളവര്, എന്നെ കൊണ്ട് ഇത്രയെങ്കിലും ഈ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി, അവരുടെ രോഗശമനത്തിന് വേണ്ടി നൽകാം എന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവര്, അത് പിന്നെ പ്രൈസ് അടിച്ചോ എന്ന് പോലും അവർ നോക്കിയെന്ന് വരില്ല. പക്ഷെ നല്ല മനസ്സോടെ ലോട്ടറി എടുക്കുന്ന ഒരുപാട് പേര് കേരളത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ പദ്ധതി മാണിസാറിന്റെ അടുത്ത് പറഞ്ഞ് മാണിസാറിന്റെ അംഗീകാരം നേടി നടപ്പാക്കുന്നത്. അപ്പം അങ്ങനെ നിർധന രോഗികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഇൻഷുറൻസ് തുക നൽകി അവരുടെ ചികിത്സയിലേക്ക് അവരെ സഹായിക്കുക, ഇതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഈ ലോട്ടറി വഴിയായിട്ട് കിട്ടുന്ന പണത്തിന്റെ ഒരു നല്ല ഭാഗം 90% എന്ന ഗവൺമെന്റ് പറയുന്നത് 90% ജനങ്ങളിലേക്ക് തന്നെ പല സോഴ്സുകളിലൂടെ തിരിച്ചെത്തുന്നു എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അത് ഏതൊക്കെ സോഴ്സിലൂടെയാണ് ജനങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൈസ് മണി ആയിട്ട് തന്നെ 60%, ലോട്ടറി വരുമാനത്തിന്റെ 60% പ്രൈസ് മണി ആയിട്ട്, സമ്മാനത്തുകയായിട്ട് തന്നെ കൈമാറുന്നു. അപ്പൊ അത് അത്രയും ജനങ്ങളുടെ കയ്യിൽ, അതായത് 1 കോടി, 20 ലക്ഷം, 50 ലക്ഷം, 25 ലക്ഷം, ഈ തരത്തില്, പിന്നെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ഈ തരത്തില് ജനങ്ങളിലേക്ക് 60% വരുമാനവും പ്രൈസ് മണി ആയിട്ട് തന്നെ എത്തുന്നു. അപ്പോൾ ഈ ലോട്ടറി സെയിൽസ് പീപ്പിൾ ഒരുപാട് പേരെ അണിനിരത്തിയാണ് ലോട്ടറിയുടെ സെയിൽസ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഈ അതിന്റെ സെയിൽസ് കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ഒരു ജീവിത മാർഗം ലോട്ടറിയുടെ സെയിൽ വഴിയായിട്ട് കിട്ടുന്നു. 2 ലക്ഷം പേർക്കാണ് ലോട്ടറിയുടെ കീഴിൽ ലോട്ടറി ഏജൻസ് ആയിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 2 ലക്ഷം പേർക്ക് തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കേരളത്തില് 2 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ലോട്ടറി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തൂവൽ എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഈ പറയപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായിട്ട് തന്നെ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 20-24% മാറ്റിവെക്കപ്പെടുന്നു. അപ്പൊ 60% സമ്മാനമായിട്ട് പോകുന്നു. പിന്നെ 20-24% ഈ 2 ലക്ഷം പേർക്ക് ലോട്ടറി ഏജൻസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ശമ്പളമായിട്ടും മറ്റും പോകുന്നു. അങ്ങനെ തന്നെ ഒരു 3500-4000 കോടിയോളം രൂപയാണ് ഇവരുടെ ശമ്പളവും ഒക്കെ ആയിട്ട് വരുന്നത്. അതൊക്കെ മുഴുവനും ഇവരുടെ ഈ പാവപ്പെട്ട ഏജൻസിന്റെയും തൊഴിലാളികളുടെയും ശമ്പളമായിട്ട് വരുന്ന പണമെല്ലാം പാവപ്പെട്ട കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് അത്താണിയായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോട്ടറി സിസ്റ്റം നമ്മുടെ സാമൂഹ്യ ജീവിത മണ്ഡലത്തിൽ വലിയ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് പേർക്ക് ജീവനോപാധി നൽകിക്കൊണ്ട്.
പിന്നെ അത് കൂടാതെ ഏജന്റ് പ്രൈസ്, അതായത് ലോട്ടറി അടിക്കുമ്പോൾ പ്രൈസസ് ആയിട്ട് 60% കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അത് കൂടാതെ തന്നെ ഏജന്റ് പ്രൈസ് ആയിട്ട് 12% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കാരുണ്യ ബെനവലന്റ് സ്കീമിലേക്കൊക്കെ ഇതിന്റെ പണം ഉഴുതിറക്കുന്നത്. എന്ന് വെച്ചാൽ നാലഞ്ച് വളരെ പ്രധാനപ്പെട്ട വലിയ ചികിത്സാ ചെലവ് വരുന്ന തരത്തിലുള്ള രോഗങ്ങളാണ്. അതാണ് ഹാർട്ടിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ക്യാൻസർ, ലിവറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, കിഡ്നിയെ ബാധിക്കുന്ന രോഗങ്ങൾ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഹീമോഫീലിയ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കാണ് ലോട്ടറി വഴിയായിട്ട് കിട്ടുന്ന പണത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വരെയാണ് ഒരു ക്ലയന്റിന് ഇതുവഴിയായിട്ട് കിട്ടുക. അപ്പൊ അങ്ങനെ തന്നെ എത്രയോ ലക്ഷം പേർക്കാണ് 2011-12 ശേഷമുള്ള കാലഘട്ടത്തിൽ ചികിത്സാ സഹായം കിട്ടുകയും ജീവിത വഴിയിൽ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തത് നമ്മുടെ ലോട്ടറി സിസ്റ്റം. കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ലോട്ടറി, കാരുണ്യ ഇൻഷുറൻസ്, ആ കാരുണ്യ ഇൻഷുറൻസ് സ്കീമിനെയാണ് LDF ഗവൺമെന്റ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന പേര് മാറ്റിയത്. അപ്പൊ ഈ കാസ്പ് വഴിയായിട്ട് 2020-25 മുതൽ ഇതുവരെ കൊടുത്ത സഹായം, രോഗികൾക്ക് കൊടുത്ത സഹായത്തെ പറ്റിയും നമുക്ക് ഡേറ്റ ലഭ്യമാണ്. അതായത് ആ പീരീഡില് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് തന്നെ 2.37 ലക്ഷം രോഗികൾക്കാണ് ഡയാലിസിസ് ട്രീറ്റ്മെന്റിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത്. അതുപോലെ 83,000 പേർക്കാണ് കീമോതെറാപ്പി സഹായം ചെയ്തത്. ഇനിയും അതുപോലെ തന്നെ 16,500 പേർക്ക് ആൻജിയോപ്ലാസ്റ്റി സർജറികൾ ചെയ്യുവാനുള്ള സഹായം കൊടുത്തു. അതേപോലെ തന്നെ 2.36 കോടി ആൾക്കാർക്കാണ് മറ്റു തരത്തിലുള്ള മെഡിക്കൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്. അപ്പൊ ഈ തരത്തിൽ സഹായം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു പദ്ധതിയാണ് ഈ കാസ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ ലോട്ടറി സിസ്റ്റത്തിന് അങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നല്ലവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 40% നികുതി, അതായത് ലോട്ടറി സിസ്റ്റത്തിന്മേൽ, അതായത് ഈ കഴിഞ്ഞ പരിഷ്കരണം, അതായത് GST പരിഷ്കരണം, അത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ തലേന്ന് പ്രധാനമന്ത്രി റെഡ് ഫോർട്ടിൽ വെച്ച് അനൗൺസ് ചെയ്ത GST റീസ്ട്രക്ചറിങ്, ആ റീസ്ട്രക്ചറിങ് വഴിയായിട്ട് 28% നികുതിയിലുണ്ടായിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളെയും 18% നികുതിയിലേക്കാക്കി. മദ്യം, ലോട്ടറി, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ചില ഉൽപ്പന്നങ്ങളെ മാത്രം 40% ലോട്ടറിയിലേക്കാക്കി. അപ്പോൾ ഈ ലോട്ടറി 28% നികുതിയിൽ 40% നികുതിയിലേക്ക് ആക്കിയപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പദ്ധതികളൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇവിടുത്തെ ലോട്ടറിക്ക് ഒരു തിരിച്ചടിയായി. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ പദ്ധതികൾക്ക് തന്നെ ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരുന്ന തരത്തിൽ, അതായത് നികുതി തന്നെ 40% വർദ്ധിക്കുമ്പോൾ ഈ ലോട്ടറി നികുതി എന്ന് പറയുന്നത് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആണ്. അതായത് ഗവൺമെന്റ് ഈ പറഞ്ഞ 1 കോടി അടിക്കുന്നവന് 1 കോടി കൊടുക്കുന്നു. പക്ഷെ കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ അതിന്റെ 30% അല്ലെങ്കിൽ എത്ര ശതമാനമാണോ വേണ്ടത് അത്രയും ശതമാനം ആ സോഴ്സിൽ നിന്ന് തന്നെ ഡിഡക്ട് ചെയ്ത് അത് കേന്ദ്ര ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. അത് ഇൻകം ടാക്സ് ആയത് റവന്യൂ ഇൻകം ടാക്സ് ആണ്, ലോട്ടറി ഇൻകത്തിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ്. അപ്പൊ അത് കേന്ദ്രത്തിലേക്കാണ് പോവുക, അത് സംസ്ഥാന ഗവൺമെന്റിനല്ല കിട്ടുക. പിന്നെ ഫെഡറൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് വേണം അതിന്റെ എന്തെങ്കിലും ഒരു ഷെയർ സംസ്ഥാനത്തിന് പിൽക്കാലത്ത് കിട്ടാനായിട്ട്. അപ്പൊ ഈ നികുതി 28% നിന്ന് 40% നേരത്തെ കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നതിനേക്കാൾ 12% കൂടി കൂടുതലാണ്. അപ്പോൾ അത് സെയിലിനെ ബാധിച്ചു. ലോട്ടറിയുടെ വിൽപ്പന നിശ്ചയിച്ചിരുന്ന ദിവസം കഴിഞ്ഞാണ് ഈ പ്രാവശ്യം ലോട്ടറി എടുക്കൽ നടന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോട്ടറി എല്ലാം വിറ്റുപോകാൻ ഒരുപാട് താമസം എടുത്തു, നികുതി വർദ്ധിപ്പിച്ചത് കാരണം കൊണ്ട്. പക്ഷെ ഗവൺമെന്റ് ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്ത് ലോട്ടറിയുടെ നികുതി വർദ്ധിച്ചെങ്കിൽ പോലും സമ്മാനം കൊടുക്കുന്നതിലോ ഒന്നും ഒരു കുറവും വരുത്തിയില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്രാവശ്യം മുൻപോട്ട് പോയി. പക്ഷെ കേന്ദ്രത്തിന്റെ മുൻപിൽ നിരത്തിയിട്ടുണ്ട് ഈ 40% നികുതി എന്ന് പറയുന്നത് ഒരു പീനൽ റേറ്റ് ആണ്, അത് താഴേക്ക് കൊണ്ടുവരണം, ഇതിന് മാത്രം 28%, 18% ഒക്കെ ആക്കി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും
GST കൗൺസിലാണ് അവസാന തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ GST കൗൺസിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്രാവശ്യം ഗവൺമെന്റ് ഈ ലോട്ടറി കാരുണ്യ കാസ്പ് പ്രോഗ്രാം അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തില് ആലോചിക്കാവുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ഈ പ്രത്യേക സാഹചര്യത്തില് ഇവിടുത്തെ ഈ ലോട്ടറി സിസ്റ്റം മറ്റ് സംസ്ഥാനങ്ങളിലെ ലോട്ടറി സിസ്റ്റം ഉള്ള സംസ്ഥാനങ്ങളിലെ ലോട്ടറി പോലെയല്ല. ഇവിടുത്തെ ലോട്ടറിക്ക് ഒരു മഹത്തായ ലക്ഷ്യമുണ്ട്. അതായത് മാരകമായ രോഗങ്ങൾ ബാധിച്ച നിർധനരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ലോട്ടറി ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് ഈ ലോട്ടറി നടത്തിക്കൊണ്ടു പോകുന്നത്. ആ ലക്ഷ്യം ഇതുവരെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളൊക്കെ ഈ ലോട്ടറിയിൽ നിന്ന് പിൻവലിയുന്നു. എന്താണ് കാരണം? നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെന്റിന് ഈ വർഷം പോയ വർഷം കിട്ടിയത് 13,244.48 കോടി രൂപയാണെന്ന്. പക്ഷെ എന്നിട്ട് പോലും 2000 കോടിക്കടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സിസ്റ്റത്തിൽ കാസ്പിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവയ്ക്കൊക്കെ ഒരുപാട് കുടിശ്ശിക വരുത്തി. സർക്കാർ ഈ വകമാറ്റി ചെലവഴിക്കുന്നത് CAG പറയുന്നത് പോലെ വകമാറ്റി ചെലവഴിക്കുന്നു, ദൂർത്ത്, അതുപോലെ മുഖച്ഛായ മിനുക്കാൻ വേണ്ടി അനാവശ്യ ചെലവുകളൊക്കെ വരുത്തുന്നു. ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് ലോട്ടറിയിൽ നിന്ന് കിട്ടിയ വരുമാനവും വകമാറ്റി ചെലവഴിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോട്ടറി സിസ്റ്റത്തിൽ ചേർന്ന് ചികിത്സാ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന കാസ്പ് ചികിത്സാ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ഒരുപാട് ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും കൊടുക്കേണ്ട വിഹിതം കൊടുത്തിട്ടില്ല. അവർ ക്ലെയിം ചെയ്ത ഇൻഷുറൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ ഈ സ്കീമിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ UDF ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതിയാണ്. പക്ഷെ ഈ ഗവൺമെന്റ് അത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയത്ത് ഈ ഗവൺമെന്റ് ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് ഊളിയിട്ട് ഇറങ്ങുകയും അതുമൂലം ഈ കാസ്പ് പ്രോഗ്രാം പോലും ഒരു പക്ഷേ നിർത്തലാക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം. കാരണം അതാണ് ഈ ആശുപത്രികളെല്ലാം പിൻവലിയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈ ലോട്ടറി, അതായത് സംസ്ഥാന ലോട്ടറി സിസ്റ്റം, കാരുണ്യ ലോട്ടറി സിസ്റ്റം പ്രത്യേകിച്ചും ഉന്നതമായ ഒരു ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന ലോട്ടറി സിസ്റ്റമാണ്. അതിൽ നിന്ന് ഒരുപാട് ബെനഫിറ്റ്സ് കിട്ടിയിട്ടുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ലോട്ടറിയെ പുനരുജ്ജീവിപ്പിച്ച്, അതായത് കൊടുക്കാനുള്ളത് 13,244.48 കോടി കിട്ടിയതിൽ നിന്ന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ കാരുണ്യ കാസ്പ് പദ്ധതിക്കാണ്. ആ കാസ്പ് പദ്ധതിയെ വേണ്ട രീതിയിൽ പരിഹരിച്ച് അതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പണം കൊടുത്തതിന് ശേഷമാണ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടത് എന്ന കാര്യം സർക്കാർ ഓർത്തിരിക്കണം. അപ്പൊ ഈ സർക്കാർ ലോട്ടറിയെ പറ്റി വളരെ വലിയ ഉച്ചത്തിലൊക്കെ സംസാരിക്കുമ്പോൾ അതും മുഖം മിനുക്കലിനുള്ളൊരു മാർഗമായി കരുതുമ്പോഴും ഓർമ്മിക്കുക, ഇത് UDF ഗവൺമെന്റ് 2011-12 കൊണ്ടുവന്നതാണ് ഈ കാരുണ്യ ലോട്ടറി അഥവാ കാസ്പ് സിസ്റ്റം, കാരുണ്യ ബെനവലന്റ് സ്കീം. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും അടിച്ചു മാറ്റി എടുക്കാമെന്ന് വിചാരിച്ചാലും ജനങ്ങൾ മറക്കില്ല. ഇനി ആര് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്താലും വിരോധമില്ല. പാവങ്ങൾക്ക് കിട്ടേണ്ട സഹായം, അതായത് ഈ പറയപ്പെട്ട മാരക രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട രോഗികൾക്ക് കിട്ടുന്ന ആ സഹായം അത് മുടക്കം വരാതെ അവർക്ക് കൊടുക്കാനുള്ള കനിവ് ഗവൺമെന്റ് കാണിക്കണം.